ഭൂമി തരംമാറ്റം ചെയ്യുമ്പോൾ നിലത്തിന്റെ ന്യായവില അടിസ്ഥാനമാക്കി ഫീസ് നിശ്ചയിക്കുന്ന വിധത്തിൽ നിയമ ഭേദഗതി വന്നേക്കും. നിലവിൽ പരിവർത്തനം ചെയ്യുന്ന ഭൂമിയോട് ചേർന്നുള്ള പുരയിടത്തിന്റെ ന്യായവില അടിസ്ഥാനമാക്കിയാണ് തരം മാറ്റുന്നതിന് ഫീസും സ്ലാബും നിശ്ചയിക്കുന്നത്. ഇത് കാരണം വലിയ തുക നൽകേണ്ടി വരുന്നതായി വ്യാപകമായി പരാതി ഉയർന്നിരുന്നു. 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ സമഗ്ര മാറ്റം വരുത്താനുള്ള പരിശോധനകൾ റവന്യൂ വകുപ്പ് തുടങ്ങി. തരംമാറ്റത്തിന്റെ ഫീസ് കുറയാനാണ് സാധ്യത. പുരയിടത്തിന്റെ ന്യായവില കണക്കാക്കി തരംമാറ്റത്തിനുള്ള ഫീസ് നിശ്ചയിക്കുന്നതിൽ കാലതാമസം വരുന്നതായുള്ള ഉദ്യോഗസ്ഥരുടെ ആക്ഷേപത്തിനും പരിഹാരമാവും. തരംമാറ്റത്തിലെ കാലതാമസം ഒഴിവാക്കുകയാണ് നിയമ ഭേദഗതിയുടെ പ്രധാന ഉദ്ദേശം. ഭൂമി തരംമാറ്റത്തിന് അപേക്ഷിച്ചാൽ 2 വർഷം വരെ കാലതാമസം നേരിടുന്നുണ്ട്. പരമാവധി 6 മാസത്തിനുള്ളിൽ അപേക്ഷ തീർപ്പാക്കാൻ കഴിയും വിധം നിയമത്തിലും ചട്ടത്തിലും ഭേദഗതി കൊണ്ടുവരും. നിലം, തണ്ണീർത്തടം എന്നീ വാക്കുകളുടെ നിർവചനം മാറ്റുന്നതും പരിഗണനയിലുണ്ട്. ഇപ്പോൾ ഏത് ഭൂമിയും നിലമായോ തണ്ണീർത്തടമായോ വ്യാഖ്യാനിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുമെന്ന അവസ്ഥയാണ്. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ 2017 തണ്ണീർത്തടങ്ങൾ ചട്ടങ്ങളിലെ നിർവചനങ്ങൾ കൂടി പരിഗണിച്ചാവും മാറ്റം വരുത്തുക. വീട് വയ്ക്കുന്ന ആവശ്യത്തിന് തരം മാറ്റ അപേക്ഷ സമർപ്പിക്കുമ്പോൾ രേഖകളിൽ മാറ്റം വരുത്താൻ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല എന്ന വ്യവസ്ഥയും കൊണ്ടുവന്നേക്കും. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് രൂപീകരിക്കാനും തരംമാറ്റം നടത്തുമ്പോൾ നിശ്ചിത ഫീസ് ഈ ഫണ്ടിലേക്ക് നൽകാനും നിർദ്ദേശിക്കുന്ന തരത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നതും പരിഗണിക്കും. 50 സെന്റിൽ കൂടുതൽ ഭൂമി തരംമാറ്റുമ്പോൾ 10% ഭൂമി ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കേണ്ടതാണ്. ഈ ഭൂമി ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുറപ്പാക്കാൻ നിയമത്തിലോ ചട്ടത്തിലോ ഇപ്പോൾ വ്യവസ്ഥയില്ല. അതിനാൽ ഇങ്ങനെ ഭൂമി നീക്കിവെക്കുന്നത് ഒഴിവാക്കി ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുകയാണ് ഫണ്ടിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.